വാഹനങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് നഗരസഭയിൽ ഇപ്പോൾ നഗരത്തിലൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലുള്ള ആ പ്രചാരണ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും NDAക്ക് സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം NDA ക്യാമ്പുകളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. അതായത് കഴിഞ്ഞ ഇത്രയേറെ ദിവസങ്ങളായുള്ള പ്രചാരണം അത് ഏറ്റവും പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ആവേശം തന്നെയാണ് NDA ക്യാമ്പുകളിൽ, വലിയ ആവേശം തന്നെയാണ് BJP ക്യാമ്പുകളിൽ. ഏതായാലും ഈ വടക്കന്തറക്കാവ് മൈതാന ഭാഗത്ത് നിന്ന് ഇപ്പോൾ വാദ്യമേളങ്ങളുടെയും മറ്റും അകമ്പടിയോടെ, അതായത് ഈ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും മുന്നിൽ നാസിക് ഡോളിൽ ഇങ്ങനെ കൊട്ടിത്തിമിർക്കുകയാണ് ഒരുപാട് യുവാക്കൾ. അതിനൊപ്പം ചുവടുകൾ വെച്ചും മറ്റുമൊക്കെ ആയിട്ട് NDA പ്രവർത്തകർ കുങ്കുമ ഹരിത പതാക ഇങ്ങനെ വീശിക്കൊണ്ടവർ ആകാശത്തേക്ക് വീശിക്കൊണ്ടവർ അങ്ങനെ ആഘോഷിക്കുന്ന കാഴ്ച, വലിയ ആവേശത്തോടു കൂടി അവർ അണിനിരക്കുന്ന കാഴ്ച നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നു. അതിന് തൊട്ട് പുറകിലായിട്ട് നിരവധി യുവാക്കളാണ് ഇരുചക്ര വാഹനങ്ങളിൽ വികസന തുടർച്ചയ്ക്ക് NDAക്ക് വോട്ട് ചെയ്യണം, NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി യുവാക്കളാണ് അത്തരത്തിൽ ഈ ഒരു ഇരുചക്ര വാഹനങ്ങളുമായി മറ്റൊരു വശത്ത് അണിനിരന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് NDA സ്ഥാനാർത്ഥികളെ കാണാൻ സാധിക്കും. 53 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ, 53 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ വലിയ ആവേശത്തോടു കൂടെയാണ്. അവരൊക്കെ ഇത്തവണ പാലക്കാട് നഗരസഭയിൽ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം BJP നേടും, NDA നേടും എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ നമ്മളോട് സംസാരിച്ച NDA സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞിരുന്നു, കാരണം ഇത്തവണ NDAയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്നുള്ള കാര്യം. കാരണം ആദ്യം പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ട് അധികാരത്തിലേറുന്നത് 2015-ലാണ്. ആ 2015 അധികാരത്തിലേറുമ്പോൾ കേവലം 22 സീറ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായത്. അതായത് കേവല ഭൂരിപക്ഷം പോലും അന്ന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും 5 വർഷം അവർ കൃത്യമായിട്ട് തന്നെ ഭരണം നടത്തുകയുണ്ടായി. അതിനുശേഷം ആ 5 വർഷക്കാലം, അതായത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സമയത്ത് പോലും ആ 22 സീറ്റുകൾ വെച്ച് 5 വർഷ കാലയളവിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, അതിന് ജനങ്ങൾ അംഗീകരിക്കുന്ന കാഴ്ചയാണ് 2020 കാണാൻ സാധിച്ചത്. അത്തരത്തിൽ 2020 എത്തിയപ്പോൾ 2020 BJPക്ക് കേവല ഭൂരിപക്ഷം തന്നെ പാലക്കാട്ടെ ജനങ്ങൾ നൽകുകയുണ്ടായി. 28 സീറ്റുകളാണ് 2020 BJP നേടിയത്. ഏതായാലും ഒരു 3-ാം അംഗത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തവണ ആ 28 എന്നുള്ളത് അതൊരു 35 സീറ്റ് വരെയൊക്കെ നേടുന്നതിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമായിരുന്നു NDA സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിച്ചത്, BJP സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ആ വികസന തുടർച്ചയ്ക്ക് BJPക്ക് വോട്ട് ചെയ്യുക എന്ന് NDA സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ അതിനൊരു ആധാരം എന്നുള്ളത് അത്രയേറെ, അതായത് പാലക്കാട് നഗരത്തിൽ വലിയ രീതിയിൽ ഒരു തരത്തിലുള്ള വികസനവും ഇല്ലാതിരുന്ന പാലക്കാട് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയത് അത് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണെന്നുള്ളതാണ്. കാരണം BJP അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വലിയ വികസന പദ്ധതികളാണ് പാലക്കാട് നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ അമൃത് പദ്ധതിയിലൂടെ കുടിവെള്ള കണക്ഷനുകൾ മുഴുവനാക്കി പാലക്കാട് മാറ്റുകയായിരുന്നു. അതായത് മലമ്പുഴയിൽ നിന്നും പാലക്കാട് നഗരത്തിലേക്ക് കുടിവെള്ള പൈപ്പുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ച് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറ്റി മലമ്പുഴ മുതൽ പാലക്കാട് നഗരത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പൈപ്പുകൾ മുഴുവൻ മാറ്റി അമൃത് പദ്ധതിയിൽ എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം ലഭ്യമാക്കുന്ന ഒരു പദ്ധതിയാണ് പാലക്കാട് നഗരസഭ ആദ്യമായി അവർ നടപ്പാക്കിയത്. ഏതായാലും ഇപ്പോൾ 99% വീടുകളിലും കുടിവെള്ളം, ശുദ്ധജലം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം അവർ കൃത്യമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ മറ്റ് നിരവധി വികസന പദ്ധതികൾ, അതായത് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടത്തിയിട്ടുള്ള അമൃത് പദ്ധതിയിൽ മാത്രം പാലക്കാട് നഗരത്തിൽ ഏകദേശം 250 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളാണ്. അമൃത് കുടിവെള്ള കണക്ഷനുകളാണെങ്കിലും അമൃത് പാർക്കുകളാണെങ്കിലും മറ്റ് പലതരത്തിലുള്ള വികസന പദ്ധതികൾ നഗരത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒപ്പം തന്നെ റോഡുകൾ, നഗരത്തിലെ മിക്ക റോഡുകളും BMBC നിലവാരത്തിലുള്ള റോഡുകളാണ്. അതിപ്പോൾ കൽപ്പാത്തിയിൽ അഗ്രഹാര വീഥികളിൽ തുടങ്ങി പാലക്കാട് നഗരത്തിലെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്, കൊട്ടിക്കലാശത്തിന്റെ പ്രചാരണ പരിപാടി കടന്നു പോകുന്ന പാത ഉൾപ്പെടെ
BMBC നിലവാരത്തിലേക്ക് അവർക്ക് ഉയർത്താൻ സാധിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന പ്രധാന പദ്ധതികൾ നഗരത്തിൽ ശകുന്തള ജംഗ്ഷനെയും അതുപോലെ തന്നെ GB റോഡിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എസ്കലേറ്ററുകളാണെങ്കിലും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മേൽപ്പാലങ്ങളാണെങ്കിലും ഇതൊക്കെ BJP അധികാരത്തിലേറിയതിനു ശേഷം പാലക്കാട് നഗരത്തിൽ നടപ്പിലാക്കിയ വലിയ വികസന പദ്ധതികളാണ് എന്നുള്ളതാണ്. കോട്ടമൈതാനിയിൽ ധീര ജവാന്മാരെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകം അവിടെ നിർമ്മിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നാപ്കിനുകളും ഡയപ്പറുകളും ഒക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് നാപ്കിൻ ഡയപ്പർ സംസ്കരണ പദ്ധതി അത് പാലക്കാട് നഗരസഭ നടപ്പാക്കി എന്നുള്ളതാണ്. ആ ഒരു പദ്ധതിയെ തന്നെ കേരള സർക്കാർ വിശേഷിപ്പിക്കുന്നത് പാലക്കാട് മോഡൽ എന്നുള്ളതാണ്. അത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കണമെന്ന് കേരള സർക്കാർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ കേരളത്തിൽ ഇത്രയേറെ നഗരസഭകൾ ഉണ്ടായിട്ടും പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ ഒന്നാമതെത്തി കേരള സർക്കാരിൻ്റെ കയ്യിൽ നിന്ന്, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വരെ വാങ്ങി പാലക്കാട് നഗരസഭ എന്നുള്ളതാണ്. അങ്ങനെ വലിയ വികസന വിപ്ലവം അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് BJP പറയുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് അവരുടെ ക്യാമ്പുകളിൽ ഇപ്പോൾ നമുക്ക് ഈ അവസാന മണിക്കൂറുകളിലും കാണാൻ സാധിക്കുന്നത്. ആ വികസന വിപ്ലവം അത് പാലക്കാട്ടെ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ വോട്ടർമാർ തങ്ങൾക്ക് കൂടുതൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഇത്തവണ മൂന്നാമതും BJPയെ അധികാരത്തിലേറ്റും എന്നുള്ളതാണ് BJP ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പ്രചാരണം ഇങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ച പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് സാനുവിലേക്ക് പോകാം. സാനു തൃശ്ശൂരിൽ നിന്ന് തുടരുന്നുണ്ട്. സാനു, വടക്കൻ കേരളം മുഴുവൻ അങ്ങനെ കൊട്ടിക്കലാശത്തിന്റെ ആ ആവേശ കാഴ്ചകളിലാണ്. തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ? എന്തെല്ലാം കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ്